നമസ്കാരം ഡാക്ടർ സ്റ്റുഡിയോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെന്റൽ വീഡിയോ ആണ്. നിങ്ങൾ കാണുമെന്ന് പോലും എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് വെറുതെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഉത്തരം പറയുകയാണെങ്കിൽ ഒരു മെമ്മറി ടെസ്റ്റ് പോലെ. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളെ ശരിയുത്തരം പറഞ്ഞ ആളെ മെൻഷൻ ചെയ്യും. അപ്പോൾ ഈ കാര്യം ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഇതാണ് ഗീവ് അവേ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മെൻഷൻ ചെയ്യുന്ന ആൾക്ക് ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു തൽക്കാലം ഒരു നിവൃത്തിയില്ല. എന്താ വെച്ചാൽ നമുക്ക് ഏണിംഗ് ഒന്നും വന്നു തുടങ്ങി. ഏണിംഗ് വന്നു തുടങ്ങിയാൽ തീർച്ചയായും ഞാൻ ഗീവ് അവേ ചെയ്യാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഒരു സന്തോഷമല്ലേ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് എന്തെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാന്നൊക്കെ പറയുമ്പോൾ. ഓക്കെ, അത് പോട്ടെ. അപ്പൊ ഇല്ലാത്ത കാര്യം വേണ്ടി പറയണ്ടല്ലോ. അപ്പൊ തൽക്കാലം ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ശരിയുത്തരം പറയുന്ന ആളെ ഞാൻ അടുത്ത വീഡിയോയിൽ മെൻഷൻ ചെയ്യും കേട്ടോ. അപ്പൊ ആദ്യം തന്നെ ഞാനിങ്ങനെ ഈ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതിയിടാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി വോട്ട് ചെയ്തിടുമ്പോൾ ആരാന്ന് മനസ്സിലാവില്ല. അതിന് പകരം നമ്മൾ ഒരു ചോദ്യം ചോദിച്ചാൽ അത് കമന്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ ഒരാളെ കിട്ടും. അപ്പോൾ അയാളെ മെൻഷൻ ചെയ്യാലോ. അയാളെ എന്നൊക്കെ പറഞ്ഞ ഞങ്ങളെ ലോക്കൽ ലാംഗ്വേജ് കേട്ടോ. അദ്ദേഹം എന്നാണ് അതിന് ബഹുമാനം ഒട്ടും കുറയാത്ത തന്നെ കേട്ടോ. അയാളെന്ന് പറയുന്നത് മോശമായിട്ട് വിചാരിക്കരുത്. അപ്പം ഞാൻ ആദ്യമായിട്ട് ഒരു ചോദ്യം എന്നുള്ള രീതിയിൽ ചോദിച്ച ഒരു ചോദ്യം ഇതാണ്: മെർജ് നോഡിന്റെ മഞ്ഞ കളർ കണക്ടർ എന്തിനാണെന്ന് പറയാമോ എന്നുള്ള ചോദ്യമായിരുന്നു ചോദിച്ചത്. അപ്പോൾ അതിന്റെ മൊത്തം കാര്യങ്ങൾ പറഞ്ഞ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ. നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലായില്ലേ, 8 വോട്ടാണ് വന്നത്. അതിന് ഔട്ട്പുട്ട്, ബാക്ക്ഗ്രൗണ്ട് ഇൻപുട്ട്, ഫോർഗ്രൗണ്ട് ഇൻപുട്ട്, മാസ്ക് ഇൻപുട്ട് എന്ന് പറഞ്ഞ് എത്ര ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് ഉത്തരം ബാക്ക്ഗ്രൗണ്ട് ഇൻപുട്ട് എന്നാണ്. അതായത് ഒരു വീഡിയോക്ക് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് കൊടുക്കാനുള്ള കണക്ടറാണ് മെർജിൻ്റെ അകത്ത് മഞ്ഞ കണക്ടർ. ഓക്കെ, അത് 38% ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തം 8 വോട്ടാണ് വന്നത്. ഈ കൂടുതൽ വോട്ടുകൾ വരും വിചാരിക്കും, നമ്മളിപ്പോൾ തുടക്കമല്ലേ, അപ്പോൾ അത്രയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാവുള്ളൂ. 8 പേരാണ് ഇതിനെ മൈൻഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, അത് ഉത്തരം പറഞ്ഞ ആരാന്ന് അറിയാൻ പറ്റിയില്ല. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, അടുത്തൊരു ചോദ്യം ചോദിച്ചു. റീസൈസ് നോഡ് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിന് ഉത്തരം കറക്റ്റ് ആയിട്ട് ഒരാൾ കമന്റ് ഇട്ടു. ഒരാൾ മീൻസ് ഒരു ബ്രോ ഇൻപുട്ട് മീഡിയ റെസൊല്യൂഷൻ അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് പറഞ്ഞത്. അതായത് ഇൻപുട്ട് മീഡിയന്റെ റെസൊല്യൂഷൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു നോഡാണ്. അത് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരമാണ്. അത് പറഞ്ഞേക്കുന്നത് അജ്മൽ ബാബു എന്ന് പറഞ്ഞ ബ്രോ ആണ്. അപ്പോൾ അജ്മൽ ബ്രോ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടോ? മാത്രമല്ല അജ്മൽ ബ്രോ സാധാരണ ഇതിൽ നല്ല പോസിറ്റീവ് കമന്റുകൾ തരുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് പേര് എനിക്ക് പോസിറ്റീവ് കമന്റ്സ് തരുന്നുണ്ടല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എനർജിയാണ്. ഒരു കമന്റ് കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയാ, നമുക്കൊരു ആവേശമാണ് അടുത്ത വീഡിയോ ചെയ്യാൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണം. അവൻ കുറച്ചുപേരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവരോട് നമ്മൾ തിരുത്തുന്നുണ്ട് കേട്ടോ. മാക്സിമം എന്തായാലും മനുഷ്യനല്ലേ, പിള്ളേർ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് പറ്റിക്കൊണ്ടേ നിൽക്കും. പ്രത്യേകിച്ച് എൻ്റെ കാര്യത്തിൽ ഞാൻ അബദ്ധത്തിൻ്റെ ഒരു ഘോഷയാത്രയാണ് പറഞ്ഞത്, എപ്പോഴും പറയും പോലെ. ഓക്കെ, അത് പോട്ടെ. അപ്പോൾ അജ്മൽ ബാബു ബ്രോ ഒന്നും കൂടെ ഞാൻ മെൻഷൻ ചെയ്യാണ്. അപ്പോൾ ഗീവ് അവേ ഒക്കെ നടക്കുന്ന സമയത്ത് ബ്രോ കമന്റ് ഇടണം കേട്ടോ. അപ്പോൾ നമുക്കൊരു ഗിഫ്റ്റ് ഒക്കെ തരാൻ അതൊന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു ചോദ്യം ഇങ്ങനെയാണ്: ഒരു നിറത്തിനെ പൂർണ്ണമായും മറ്റൊരു നിറത്തിലേക്ക് മാറ്റാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? അതായത് ഒരു പച്ച കളറിനെ ചുവപ്പിലേക്ക് മാറ്റുക, അങ്ങനെ മാറ്റാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കർവ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഹ്യൂ വെസ് സാച്ചുറേഷൻ കർവ് ഉണ്ട്, ഹ്യൂ വെസ് ഹ്യൂ കർവ് ഉണ്ട്, ഹ്യൂ വെസ് ലൂമിനൻസ് കർവ് ഉണ്ട്. ശരി ഉത്തരം കമന്റ് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ കൂടുതൽ പേരും അതായത് 14 വോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മെച്ചമുണ്ട്. ആ 8 8 16 രണ്ടാളും കൂടി ഉണ്ട്, അതിന് ഇരട്ടി വോട്ടായിരുന്നു അല്ലേ. അപ്പോൾ എന്തായാലും നല്ല സന്തോഷമുണ്ട് കേട്ടോ. ഹ്യൂ വെസ് ഹ്യൂ എന്ന് പറഞ്ഞ കർവാണ് സംഭവം. അത് ഒരുപാട് പേര് വോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹ്യൂ വെസ് സാച്ചുറേഷൻ എന്ന് പറഞ്ഞ കുറച്ച് വോട്ട് വന്നിട്ടുണ്ട്, ലൂമിനൻസ് അല്ല എന്നുള്ള ഇതിൽ. അതായത് ഹ്യൂ വെസ് സാച്ചുറേഷൻ എന്ന് പറയുമ്പം ഒരു കളറിന് വേറൊരു കളറിലേക്ക് മാറ്റില്ല, ആ ഒരു കളറിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുകയാണ് ഹ്യൂ വെസ് സാച്ചുറേഷൻ ചെയ്യുന്നത്. സാച്ചുറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കളറിനെ, ഇപ്പൊ ഈ റെഡ് കളർ ആണെങ്കിൽ, ഇത്തിരി മങ്ങിയാണെങ്കിൽ, ഇത് നിറച്ച ഷർട്ടൊക്കെ ആണെങ്കിൽ ആ സാച്ചുറേഷൻ അങ്ങനെ കയറ്റി കഴിഞ്ഞാൽ കറക്റ്റ് റെഡ് കളറിലേക്ക് കൂടെ വരും. അതാണ് സാച്ചുറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, എനിക്കറിയാം. എന്നാലും ഇങ്ങനെ ആരോ കുറച്ച് പേരെങ്കിലും തെറ്റായിട്ട് അടിച്ചിട്ടുണ്ടല്ലോ. അത് പോട്ടെ, അവർ തുടക്കക്കാരായിരിക്കും, മാറി വരും പെട്ടെന്ന്. എനിക്ക് തന്നെ ഒരുപാട് കാലത്തേക്ക് ഇതൊക്കെ ഭയങ്കര സംശയമായിരുന്നു. ഇപ്പോഴാണ് ഒരു ഐഡിയ ഒക്കെ വന്നു തുടങ്ങി. ഇപ്പോൾ 2 കമന്റ് ഉണ്ട്. ഒന്ന് ഞാൻ തന്നെ ഇട്ട കമന്റാണ്. അപ്പോൾ അതിന് ലൂസിഫർ ആണ് കമന്റ് ഇട്ടത്. ഞാൻ അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആളെ പേര് ഞാൻ വായിച്ചു നോക്കിയില്ലായിരുന്നു കേട്ടോ. ചെകുത്താന്റെ ശരിക്കുള്ള പേര് എന്താവോ അറിയില്ല. എന്തായാലും ബ്രോ പറഞ്ഞ ഉത്തരം കറക്റ്റ് ആണ്. ബ്രോക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കും. ഇവൻ എന്ത് ഈ ചോദിക്കുന്ന കുട്ടികളോട് ചോദിക്കും പോലെ നമ്മൾ എന്താ വെച്ചാൽ സിമ്പിൾ ആയിട്ട് ചോദിക്കാം. തുടക്കക്കാർക്ക് ഒരു ഉത്തേജനം എന്നുള്ള രീതിയിലാണ്, ഉത്തേജനം അല്ലേ, അതെ, ഉത്തേജനം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു കൺസെപ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഇനി എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു 5 ക്വസ്റ്റ്യൻസ് വെറുതെ ചോദിക്കുകയാണേ. അപ്പോൾ നിങ്ങൾക്ക് അറിയെങ്കിൽ ABCD എന്നുള്ള ഓർഡറിൽ കമന്റ് ഇടുക കേട്ടോ. അപ്പോൾ ചോദ്യം ഇതാണ്: ഡാവിഞ്ചി റിസോൾവ് സ്റ്റുഡിയോയിൽ 18 എന്ന് പറഞ്ഞ വേർഷനില്ലേ, ഡാവിഞ്ചിയാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്, അതുകൊണ്ട് ഡാവിഞ്ചിയിൽ ഇരിക്കും. ഡാവിഞ്ചി റിസോൾവ് സ്റ്റുഡിയോയിൽ എത്രാമത്തെ ടാബാണ് കളർ ഗ്രേഡിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്? താഴെ ഇങ്ങനെ കാണാലോ, ഫ്യൂഷന്, കട്ട്, എഡിറ്റ്, കളർ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കാതെ പറഞ്ഞു കേട്ടോ. അതാണ് ചാലഞ്ച്. അത് നോക്കി കഴിഞ്ഞാൽ പോയി. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മെമ്മറി പവർ ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്
ഇതൊക്കെ ആരോ കാണുന്നുണ്ടോ എന്ന് തന്നെ പടച്ചോനറിയാം. അപ്പോൾ ആരെങ്കിലും കാണുന്നുണ്ട് ഒരു കമന്റ് ഇടണം കേട്ടോ. ഉത്തരം തെറ്റിയായിക്കോട്ടെ, ഞാൻ പറയൂല എന്നെങ്കിലും ഒരു കമന്റ് ഇടണം, എന്നാലും നമുക്ക് ആരെങ്കിലും കണ്ടിട്ടെങ്കിലും മനസ്സിലാക്കാലോ. ഓക്കെ, പോട്ടെ. അതാണ് ഒന്നാമത്തെ ചോദ്യം. അതിന് ക്ലൂ ഉണ്ട്. ABCD എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷനാണ് തരുന്നത്. അതിൽ മൂന്നാമത്തെ, നാലാമത്തെ, അഞ്ചാമത്തെ, ആറാമത്തെ. ഓക്കെ, നിങ്ങൾ കമന്റ് ഇട്ടോളൂ കേട്ടോ. അപ്പൊ രണ്ടാമത്തെ, ടൈം ലൈൻ സൂം ചെയ്യാനുള്ള ഷോർട്ട് കട്ട് ഏതാണ്? ഡാവിഞ്ചി റിസോൾവിൽ കേട്ടോ. അപ്പൊ അതില് മാക്കില് വിൻഡോസിലുള്ള രീതിയിൽ പറയുകയാണെ, കമാൻഡ് പ്ലസ്, അപ്പോൾ ഇതാണ് ഓപ്ഷന്. ഞാൻ പറഞ്ഞിട്ട് തെറ്റിക്കുന്നില്ല. കമാൻഡ് പ്ലസ് പ്ലസ് കൺട്രോൾ പ്ലസ് പ്ലസ്, അതാണ് ഒന്നാമത്തെ. വിൻഡോസിലും മാക്കിലും മാറി മാറി ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ABCD ഏതെങ്കിലും ഒരെണ്ണം കമന്റ് ചെയ്താൽ മതി, നമുക്ക് കറക്റ്റ് മനസ്സിലാവില്ല. അടുത്തത് ആൾട്ട്, മാക്കിലാണ് ഓപ്ഷൻ പ്ലസ് പ്ലസ്, പിന്നെ ഫംഗ്ഷൻ പ്ലസ്, പിന്നെ ഷിഫ്റ്റ് പ്ലസ്. അപ്പോൾ ഇത്രയും ഓപ്ഷനാണ്. നിങ്ങൾ അതിലൊരെണ്ണം കമന്റ് ABCD കമന്റ് ചെയ്താൽ മതി കേട്ടോ. അടുത്തത് കളർ ബൂസ്റ്റ് പ്ലസ് സാച്ചുറേഷൻ. സാച്ചുറേഷനും കളർ ബൂസ്റ്റും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഡാവിഞ്ചി റിസോൾവിൽ കളർ പേജിൽ കളർ ബൂസ്റ്റും കാണാം, സാച്ചുറേഷനും കാണാം. ഇത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം. അല്ലെ ഒരേ ഫംഗ്ഷൻ ആണോ രണ്ടും ചെയ്യുന്നത്? യെസ് ഓർ നോ? അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് അതൊന്ന് കാണാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം കേട്ടോ. അടുത്തായിട്ട് നമ്മളെ കളർ ഗ്രേഡിന്റെ കെർവ് ഉണ്ടല്ലോ, കെർവ്. ഈ കെർവിന്റെ അകത്ത് നമ്മൾ സാധാരണഗതിയിൽ കാണുന്ന 3 കളറുകൾ ഏതൊക്കെയാണ്? ഒന്ന് വൈറ്റ് ബാലൻസ് ഉള്ള വൈറ്റ് ആണ്, നിങ്ങൾക്ക് അറിയാം. അതിന്റെ പുറമെ കാണുന്ന ഒരു 3 കളറുകളുണ്ട്. ആ 3 കളർ ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? മഞ്ഞ, പച്ച, ചോപ്പ്, നീല, സിയാൻ. 5 ഓപ്ഷനാണ് തന്നേക്കുന്നത്. ഇതിൽ 3 എണ്ണമാണ് ഇതിൽ കാണുന്നത്. 3 എണ്ണം ഒന്ന് കമന്റ് ചെയ്യാം. നോക്കി പറയാം കേട്ടോ, തുടക്കക്കാരോടാണ്, എല്ലാവർക്കും അറിയാം, എന്നാലും നോക്കാൻ പോരും. നിങ്ങൾക്ക് നിങ്ങളെ മെമ്മറി ടെസ്റ്റ് ആണ് ജസ്റ്റ്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എത്രത്തോളം പ്രൊഫഷണൽ ആയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതിന്റെ ഒരു ഇതെടുക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് തന്നെ കേട്ടോ. അടുത്തത് ലാസ്റ്റ് 5ാമത്തെ ഒരു ചോദ്യമാണ്. ഞാൻ ഈ പറയുന്നതിൽ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ അല്ലാത്ത സോഫ്റ്റ്വെയർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയറിന്റെ പേരുകൾ ഇതൊക്കെയാണ്: FCP, പ്രീമിയർ, ഹാൻഡ് ബ്രേക്ക്, അവിഡ് മീഡിയ കമ്പോസർ, ഡാവിഞ്ചി റിസോൾവ്, വണ്ടർഷെയർ, ഫിൽമോറ. ഇത്ര ഓപ്ഷൻസ് ആണ് തരുന്നുണ്ട്. ഇതിൽ ഒരെണ്ണം മാത്രം വീഡിയോ എഡിറ്റിങ്ങിന് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ അല്ല. അത് ഏതാണെന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ചോദ്യങ്ങൾ. ഇതിന്റെ കറക്റ്റായിട്ട് ഉത്തരങ്ങൾ പറയുന്ന ആളെ ഞാൻ അടുത്ത വീഡിയോയിൽ, അതായത് ആദ്യം പറയുന്ന ആളെ, പിന്നീട് പറയുന്ന, തൽക്കാലം സമയത്ത് നമുക്ക് പറയാം, ആദ്യം പറയുന്ന ആളെ നമ്മൾ കിങ് ഓഫ് കൊത്തയായിട്ട് അംഗീകരിക്കുക. ഓക്കെ, അങ്ങനെ അടുത്ത വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കാൻ, ഈ ഒരു ടൈപ്പ് സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം ഒന്ന് കമന്റ്, അതും കൂടെ ഒന്ന് കമന്റ് ചെയ്യാം. ഇതിന് തുടങ്ങണോ വേണ്ടയോ, അല്ലെ ആരും കാണുന്നില്ല, ഇതൊക്കെ വെറും ചളി പരിപാടിയാണ്, എന്തും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമന്റ് ഇടാം. അപ്പോൾ എന്ത് കമന്റ് ഇട്ട് കഴിഞ്ഞാലും ഞാൻ ഈ പരിപാടി പറഞ്ഞു. കാരണം തുടക്കക്കാർക്ക് എപ്പോഴും ഇതൊരു പോസിറ്റീവ് വൈബായിരിക്കും. അവർ പറയുന്ന ഉത്തരങ്ങൾ ശരിയായി വരുമ്പോൾ അവർക്കൊരു പ്രൊഫഷണൽ ആണ് എന്നുള്ള ചിന്ത വരാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നവരെ